ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരമാധികാരത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ്. അതിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് പരമാധികാരത്തെക്കുറിച്ചുള്ള ലീഗലിസ്റ്റ് കാഴ്ചപ്പാട് എന്താ, പരമാധികാരത്തെക്കുറിച്ചുള്ള പ്ലൂറലിസ്റ്റ് കാഴ്ചപ്പാട് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ലീഗലിസ്റ്റ് വ്യൂസ് ഓഫ് സോവറിനിറ്റി, പരമാധികാരത്തെക്കുറിച്ചുള്ള ലീഗലിസ്റ്റ് കാഴ്ചപ്പാടാണ്. അപ്പോൾ ജോൺ ഓസ്റ്റിൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്തകനാണ് പരമാധികാരത്തെക്കുറിച്ചുള്ള ലീഗലിസ്റ്റ് കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്. പരമാധികാരത്തെക്കുറിച്ചുള്ള ലീഗലിസ്റ്റ് കാഴ്ചപ്പാട് കൊണ്ടുവന്നതാരാണ്? ജോൺ ഓസ്റ്റിൻ എന്ന് പറയുന്ന ചിന്തകനാണ്. അപ്പോൾ അദ്ദേഹത്തെ ഈ തോമസ് ഹോബ്സിനെ പോലുള്ള ചിന്തകന്മാരും അതുപോലെ തന്നെ യൂട്ടിലിറ്റേറിയൻ ഫിലോസഫറായിരുന്ന ജെറമി ബന്താമിനെ പോലുള്ള ചിന്തകന്മാരൊക്കെ അദ്ദേഹത്തെ ഏറെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള എന്ത് ചെയ്യുക നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ നിയമപരമായ അധികാരങ്ങളെ വ്യക്തവും കൃത്യവുമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ച ആളാണ് ജോൺ ഓസ്റ്റിൻ. അപ്പോൾ ജോൺ ഓസ്റ്റിന് ഗവൺമെൻറ്റിൻ്റെ നിയമപരമായ അധികാരങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. എന്താണ് നിയമം ആരാണ് ഉണ്ടാക്കുന്നത്, ആർക്കാണ് നിയമം ഉണ്ടാക്കാനുള്ള പരമാധികാരം, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠന വിധേയമാക്കുകയാണ് ആര് ചെയ്തത്? ജോൺ ഓസ്റ്റിന് ചെയ്തത്. അപ്പോൾ ജോൺ ഓസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രീയ സമൂഹത്തിലെ അംഗങ്ങൾക്ക് ഒരു പരമാധികാരി നൽകുന്ന കൽപ്പനകളാണ് നിയമങ്ങൾ. അപ്പോൾ നിയമങ്ങളെ പറ്റി ജോൺ ഓസ്റ്റിൻ പറയുന്നത് എന്താണ്, പരമാധികാരി, ഒരു രാജ്യത്തെ പരമാധികാരി നൽകുന്ന കൽപ്പനകളാണ്, ഓർഡറുകളാണ്, അല്ലെങ്കിൽ കമാൻഡുകളാണ് എന്ത്, നിയമങ്ങൾ. അപ്പോൾ ഒരു രാജ്യത്തെ പരമാധികാരി നൽകുന്ന കൽപ്പനകളെയാണ് ജോൺ ഓസ്റ്റിന് നിയമങ്ങൾ എന്ന് വിളിച്ചത്. അപ്പോൾ ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? പരമാധികാരമുള്ള വ്യക്തിയോ അല്ലെങ്കിൽ പരമാധികാരമുള്ള ഒരു കൂട്ടം വ്യക്തികളോ ആണ് എന്നാണ് ആര് പറയുന്നത്? ജോൺ ഓസ്റ്റിൻ പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്തെ നിയമങ്ങൾ ഉണ്ടാക്കാൻ, ഒരു രാഷ്ട്രീയ സമൂഹത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കാൻ അധികാരം ആർക്കേ ഉള്ളൂ? പരമാധികാരം ഉള്ള ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾക്കേ ഉള്ളൂ എന്നാണ് ആര് പറയുന്നത്? ജോൺ ഓസ്റ്റിന് തൻ്റെ തിയറിയിൽ പറയുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ. ജോൺ ഓസ്റ്റിൻ്റെ പരമാധികാരത്തെക്കുറിച്ചുള്ള ലീഗലിസ്റ്റ് കാഴ്ചപ്പാട് പറയുമ്പോൾ നമ്മൾ ആദ്യം ജോൺ ഓസ്റ്റിന് പരമാധികാരത്തിന് നൽകിയ നിർവചനം, പരമാധികാരത്തിന് അദ്ദേഹം നൽകിയ മാനം എന്താണ് എന്നുള്ളത് തിരിച്ചറിയണം. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രൊവിൻസ് ഓഫ് ജുറിസ്പ്രുഡൻസ് ഡിറ്റർമൈൻഡ് എന്ന് പറയുന്ന ഒരു ബുക്കിലാണ് ജോൺ ഓസ്റ്റിന് അധികാരത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ജോൺ ഓസ്റ്റിന് അധികാരത്തെക്കുറിച്ച് പറയുന്ന ബുക്കിൻ്റെ പേരാണ് പ്രൊവിൻസ് ഓഫ് ജുറിസ്പ്രുഡൻസ് ഡിറ്റർമൈൻഡ് എന്ന് പറയുന്ന ബുക്ക്. മനസ്സിലായോ? അപ്പോൾ അതിൽ അദ്ദേഹം അധികാരത്തിന് നൽകുന്ന നിർവചനമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത്, എല്ലാ അധികാരങ്ങളുടെയും സ്രോതസ്സും നിശ്ചിത അധികാരമുള്ള ഒരു നിയമക്രമവുമാണ് രാഷ്ട്രം. അപ്പോൾ രാഷ്ട്രത്തെ അദ്ദേഹം പറയുന്നത് എല്ലാ അധികാരങ്ങളുടെയും ഉറവിടമാണ്, സ്രോതസ്സാണ് ഏത്? രാഷ്ട്രം എന്നാണ് പറയുന്നത്. എന്നാൽ രാഷ്ട്രത്തിന് ഒരു നിശ്ചിത അധികാരമുള്ള നിയമക്രമം ഉണ്ട്. അപ്പോൾ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എല്ലാ അധികാരങ്ങളുടെയും ഉറവിടമാണ്, എന്നാൽ രാഷ്ട്രത്തിന് നിശ്ചിത അധികാരമുള്ള ചില നിയമക്രമങ്ങളുണ്ട് എന്ന് ആര് പറയുന്നുണ്ട്? ജോൺ ഓസ്റ്റിൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, രാഷ്ട്രത്തിൻ്റെ പരമാധികാരം അത് ബുദ്ധിരഹിതമായിട്ടും വിശ്വാസരഹിതമായിട്ടും പ്രവർത്തിക്കാം. രാഷ്ട്രത്തിൻ്റെ പരമാധികാരം ബുദ്ധിരഹിതമായിട്ടോ വിശ്വാസരഹിതമായിട്ടോ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. രാഷ്ട്രത്തിൻ്റെ അധികാരങ്ങൾക്ക് എന്തില്ല? പരിധിയില്ല. അപ്പോൾ ജോൺ ഓസ്റ്റിന് പരമാധികാരത്തെ, രാഷ്ട്രത്തിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ അധികാരങ്ങളുടെയും ഉറവിടമായിട്ടാണ് അദ്ദേഹം രാഷ്ട്രത്തെ കാണുന്നത്, അല്ലേ? അത് ഈ പരമാധികാരം ബുദ്ധിരഹിതമായിട്ടും വിശ്വാസരഹിതമായിട്ടും പ്രവർത്തിക്കാം. രാഷ്ട്രത്തിൻ്റെ അധികാരങ്ങൾക്ക് എന്തില്ല? പരിധിയില്ല എന്നാണ് ആര് പറയുന്നത്? ജോൺ ഓസ്റ്റിന് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ജോൺ ഓസ്റ്റിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, ഏതൊരു രാഷ്ട്രീയ സമൂഹത്തിനും ഏതൊരു രാഷ്ട്രത്തിനും പരമാധികാരം ആവശ്യമാണ്. അധികാരമില്ലാതെ നിയമങ്ങളില്ലാതെ ഒരു രാഷ്ട്രമോ രാഷ്ട്രീയ സമൂഹമോ ഇല്ല എന്നാണ് ആരുടെ വാദം? ജോൺ ഓസ്റ്റിൻ്റെ വാദം. അപ്പോൾ ജോൺ ഓസ്റ്റിൻ്റെ വാദം ഇത്രയേ ഉള്ളൂ. അതായത് ഏതൊരു രാഷ്ട്രീയ സമൂഹത്തിനും എന്ത് വേണം? പരമാധികാരം വേണം. പരമാധികാരം ഇല്ലെങ്കിൽ നിയമങ്ങളില്ലെങ്കിൽ രാഷ്ട്രീയ സമൂഹത്തിനും പ്രസക്തിയില്ല എന്നാണ് ആരുടെ മെയിൻ അഭിപ്രായം? ജോൺ ഓസ്റ്റിൻ്റെ മെയിൻ കാഴ്ചപ്പാട്. മനസ്സിലായോ? ഓസ്റ്റിന് പരമാധികാരത്തെക്കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പോൾ ഒന്ന്, പരമാധികാരം നിശ്ചിതമാണെന്ന് പറയുന്നുണ്ട്. അതൊരു വ്യക്തിയിലോ ഒരു വിഭാഗം വ്യക്തികളിലോ മാത്രമാണ് ഒതുങ്ങുന്നത്. പരമാധികാരം എന്ന് പറയുന്നത്, സോവറിനിറ്റി എന്ന് പറയുന്നത് അതെന്താണ്? നിശ്ചിതമാണ്.
അത് ഒന്നുകിൽ ഒരു വ്യക്തിയിലോ ഒരു കൂട്ടം വ്യക്തികളിലോ ഒരു ഗ്രൂപ്പിലോ ആണ് പരമാധികാരം ഒതുങ്ങുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ജോൺ ഓസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ പരമാധികാരം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾക്കോ ആണ് ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരം ഉണ്ടാവുക എന്നുള്ള കാഴ്ചപ്പാടിലേക്കാണ് ആരെത്തുന്നത്? ജോൺ ഓസ്റ്റിന് എത്തുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പോൾ ജോൺ ഓസ്റ്റിൻ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താണ്? പരമാധികാരം എന്ന് പറഞ്ഞാൽ അത് നിശ്ചിതമാണ്. കാരണം അതൊരു വ്യക്തിയിലോ ഒരു കൂട്ടം വ്യക്തികളിലോ ഒതുങ്ങി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരം ഒരു വ്യക്തിയിലോ ഒരു കൂട്ടം വ്യക്തികളിലോ ഒതുങ്ങി നിൽക്കുന്നു എന്നാണ് ജോൺ ഓസ്റ്റിൻ പറയുന്ന ഒന്നാമത്തെ കാര്യം. അങ്ങനെ ഈ പരമാധികാരമുള്ള വ്യക്തിക്ക് സമൂഹത്തിലെ ഭൂരിഭാഗം ജനങ്ങളിൽ നിന്നും വിധേയത്വം ലഭിക്കുന്നില്ലെങ്കിൽ അവിടെ പരമാധികാരം നിലനിൽക്കില്ല എന്നാണ് പറയുന്നത്. അതായത് പരമാധികാരമുള്ള വ്യക്തിക്കോ അല്ലെങ്കിൽ പരമാധികാരമുള്ള ഗ്രൂപ്പിനോ എന്ത് കിട്ടണം? ജനങ്ങളിൽ നിന്നും വിധേയത്വം കിട്ടുമ്പോഴാണ് പരമാധികാരം നിലനിൽക്കുള്ളൂ എന്നാണ് ആര് പറയുന്നത്? ജോൺ ഓസ്റ്റിന് പറയുന്നത്, അല്ലേ? അതുപോലെ തന്നെ ആഭ്യന്തരവും വൈദേശികവുമായ എല്ലാ നിയന്ത്രണങ്ങളിൽ നിന്നും പരമാധികാരി സ്വതന്ത്രനായിരിക്കണം. അതായത് ഈ പരമാധികാരമുള്ള ഒരു വ്യക്തിക്കോ അതുപോലെ തന്നെ ഒരു കൂട്ടം വ്യക്തികൾക്കോ പുറത്തുനിന്നുള്ള നിയന്ത്രണങ്ങളിൽ നിന്നും അവരെന്തായിരിക്കണം? സ്വതന്ത്രരായിരിക്കണം. എന്നാലേ അവർക്ക് പരമാധികാരം ഉണ്ടാവുള്ളൂ. നാലാമത്തെ കാര്യം, പരമാധികാരിയുടെ കൽപ്പനകളാണ് നിയമമായിട്ട് മാറുന്നത്. ഒരു നിയമവും ഈ പരമാധികാരികളെ എന്ത് ചെയ്യൂല? ബാധിക്കൂല. അപ്പോൾ ജോൺ ഓസ്റ്റിൻ പറയുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കണം. ഒന്ന്, പരമാധികാരം നിശ്ചിതമല്ല, കാരണം അതൊരു വ്യക്തിയിൽ നിശ്ചിതമാണ്. പരമാധികാരം നിശ്ചിതമാണ്, കാരണം അതൊരു വ്യക്തിയിലോ ഒരു ഗ്രൂപ്പിലോ ഒതുങ്ങുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഈ പരമാധികാരമുള്ള വ്യക്തിയെ സമൂഹത്തിലെ മറ്റുള്ളവരെന്ത് ചെയ്യേണ്ടി വരും? ഇവരോട് വിധേയത്വം കാണിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ പരമാധികാരം നിലനിൽക്കില്ല എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, പുറത്തു നിന്നുള്ള നിയന്ത്രണങ്ങളിൽ നിന്നും ഈ പരമാധികാരി പൂർണ്ണമായിട്ടും സ്വതന്ത്രനായിരിക്കണം എന്നുള്ളതാണ് പരമാധികാരത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത. നാലാമത്തത്, പരമാധികാരിയുടെ കൽപ്പനകളെയാണ് ജോൺ ഓസ്റ്റിന് നിയമം എന്ന് വിളിച്ചത്. അതായത് ഒരു രാജ്യത്ത് പരമാധികാരമുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളോ ഇറക്കുന്ന കൽപ്പനകളെയാണ് നിയമം എന്ന് വിളിക്കുന്നത്. ഈ നിയമങ്ങളൊന്നും തന്നെ ഈ പരമാധികാരമുള്ള ആളുകൾ എന്ത് ചെയ്യൂല? ബാധിക്കൂല എന്നാണ് ആര് പറയുന്നത്? ജോൺ ഓസ്റ്റിൻ പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ ജോൺ ഓസ്റ്റിൻ്റെ അഭിപ്രായം ഇതാണ്: ഏതൊരു രാഷ്ട്രത്തിനും എന്ത് വേണം? രാഷ്ട്രീയ സമൂഹത്തിനും പരമാധികാരം വേണം. ഈ പരമാധികാരം ഒരു വ്യക്തിയിലോ ഒരു കൂട്ടം വ്യക്തികളിലോ ആണ് ഒതുങ്ങുന്നത്. ഈ പരമാധികാരമുള്ള വ്യക്തികളും ഈ ഒരു കൂട്ടം വ്യക്തികളും ഇറക്കുന്ന കൽപ്പനകളെയാണ് നിയമങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ നിയമങ്ങളില്ലാതെ ഒരു രാഷ്ട്രീയ സമൂഹത്തിന് എന്തില്ല? നിലനിൽപ്പില്ല. അപ്പോൾ പരമാധികാരം എന്ന് പറയുന്നത് എന്താണ്? അത് നിയമവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നാണ് ആര് പറയുന്നത്? ജോൺ ഓസ്റ്റിന് പറയുന്നത്. അതാണ് ജോൺ ഓസ്റ്റിൻ്റെ പരമാധികാരത്തെക്കുറിച്ചുള്ള, സോവറിനിറ്റിയെക്കുറിച്ചുള്ള ലീഗലിസ്റ്റ് കാഴ്ചപ്പാട്. മനസ്സിലായിട്ടുണ്ടല്ലോ? ഇനി ഇതിന് ക്രിറ്റിസിസം ഉണ്ട്. ഇപ്പോൾ ജോൺ ഓസ്റ്റിൻ്റെ പരമാധികാരത്തെക്കുറിച്ചുള്ള ഈ തിയറിക്ക് ചില വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ ജോൺ ഓസ്റ്റിൻ്റെ ഈ പരമാധികാരം എന്ന് പറഞ്ഞ തിയറി നേരിടുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങൾ എന്തൊക്കെയാണ്? ഓസ്റ്റിൻ്റെ സിദ്ധാന്തം ധാരാളം വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. സർ ഹെൻറി മെയിനെ പോലുള്ള, ക്ലർക്കിനെ പോലുള്ള ചിന്തകന്മാരാണ് ഈ ഒരു സിദ്ധാന്തത്തെ കൃത്യമായിട്ട് വിമർശിക്കുന്നത്. അപ്പോൾ ഹെൻറി മെയിൻ്റെ വീക്ഷണത്തിൽ പരമാധികാരം ഒരു വ്യക്തിയിൽ നിക്ഷിപ്തമല്ല, അല്ലേ? അതായത് പരമാധികാരം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിലോ ഒരു കൂട്ടം വ്യക്തികളിലോ ഒരിക്കലും നിക്ഷിപ്തമല്ല എന്നാണ് ആര് പറയുന്നത്? ഹെൻറി മെയിന് പറയുന്നത്. രാജഭരണത്തിൽ പരമാധികാരം രാജാവിനായിരിക്കാം, പക്ഷേ ആധുനിക ഇംഗ്ലണ്ടിൽ പരമാധികാരം പാർലമെൻറ്റിന് വിധേയനായിരിക്കുന്ന രാജാവിനാണ്. അപ്പോൾ ആധുനിക ഇംഗ്ലണ്ടിൻ്റെ കാര്യം അദ്ദേഹം പറയുമ്പോൾ എന്ത് പറയുന്നുണ്ട്? പരമാധികാരം എന്ന് പറയുന്നത് രാജാവിനൊക്കെ തന്നെയാണ്, അവിടെ രാജ്ഞിക്കാണ്. പക്ഷേ അവിടെ എന്തുണ്ട്? ഈ രാജ്ഞി ആർക്ക് വിധേയമാണ്? പാർലമെൻറ്റിന് വിധേയമാണ്. അപ്പോൾ പരമാധികാരം ഒരു വ്യക്തിക്ക് നിക്ഷിപ്തമല്ല എന്നാണ് ഹെൻറി മെയിനെ പോലുള്ള ചിന്തകന്മാർ പറയുന്നത്. അപ്പോൾ ഈ ജോൺ ഓസ്റ്റിൻ്റെ ലീഗലിസ്റ്റ് കാഴ്ചപ്പാട് ചില വിമർശനങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം എന്ത് ചെയ്യുക? നമ്മളിവിടെ മനസ്സിലാക്കി വെക്കണം. ക്ലിയർ ആണല്ലോ? ജോൺ ഓസ്റ്റിൻ്റെ ലീഗലിസ്റ്റ് കാഴ്ചപ്പാട് നേരിടുന്ന മൂന്നാമത്തെ വിമർശനം എന്ന് പറയുന്നത് പരമാധികാരം നിശ്ചിതമല്ല. ഇപ്പോൾ ഇന്ത്യയിലോ അമേരിക്കയിലോ ഒന്നും തന്നെ പരമാധികാരം സുനിശ്ചിതമല്ല. ഒരു ആളിലോ ഒരു കൂട്ടം വ്യക്തികളിലോ ഒതുങ്ങുന്നതല്ല ഇന്ത്യയിലും അമേരിക്കയിലൊന്നും പരമാധികാരം. ഇപ്പോൾ അമേരിക്കൻ്റെ കേസിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ പ്രസിഡന്റിന് പരമാധികാരമില്ല. കാരണം പ്രസിഡന്റ് അല്ല നിയമങ്ങൾ നിർമ്മിക്കുന്നത്. നിയമങ്ങൾ നിർമ്മിക്കുന്നത് അവിടെ ആരാണ്? പാർലമെൻറ്റാണ്. എന്നാൽ നിയമപരമായിട്ടുള്ള അധികാരം, പൂർണ്ണമായിട്ടുള്ള അധികാരം സുപ്രീം കോടതിക്കും
അവിടെ ഇല്ല. ഇന്ത്യയിലെ സ്ഥിതിയും ഇതേ അവസ്ഥയാണ്. ഇന്ത്യയിൽ നിയമം നിർമ്മിക്കുന്നത് പാർലമെൻറ്റാണ്. എന്നാൽ മറ്റു പല അധികാരങ്ങളും ഇന്ത്യയിലെ എക്സിക്യൂട്ടീവിന്, പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും ഇവർക്കൊക്കെയാണ് ഉള്ളത്. എന്നാൽ ഇന്ത്യയിലെ സുപ്രീം കോടതിക്കും എല്ലാറ്റിനും മുകളിൽ പരമാധികാരമില്ല. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഇന്ത്യയിലും അമേരിക്കയിലൊന്നും പരമാധികാരം എന്തല്ല, സുനിശ്ചിതമല്ല. ആർക്കെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം മാറ്റിവെച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ പരമാധികാരം പല വിഭാഗത്തിനായിട്ട് വിഭജിച്ച് കൊടുത്തതായിട്ട്. അപ്പോൾ ഒരു ഫെഡറൽ സ്വഭാവത്തോടു കൂടിയ രാജ്യത്ത്, ഒരു ഫെഡറൽ സ്വഭാവമുള്ള രാജ്യത്ത് പരമാധികാരം എന്ന് പറഞ്ഞാൽ പല ഗവൺമെൻറ്റിൻ്റെ പല വിഭാഗങ്ങൾക്കായിട്ട് വിഭജിച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ജോൺ ഓസ്റ്റിൻ്റെ അഭിപ്രായം പരമാധികാരം അവിഭാജ്യവും അനിയന്ത്രിതവുമാണ്. എന്നാൽ പരമാധികാരം അവിഭാജ്യമല്ല, അനിയന്ത്രിതമല്ല എന്നാണ് പ്ലൂറലിസ്റ്റ് ചിന്തകന്മാർ പറയുന്നത്. അതൊരു ഫെഡറൽ സ്വഭാവമുണ്ട്. പരമാധികാരത്തിന് എന്തുണ്ട്? ഫെഡറൽ സ്വഭാവമുണ്ട്. അത് ഒരിക്കലും ഏകപക്ഷീയമാവാൻ പാടില്ല. ഒരു ഫെഡറൽ സംവിധാനത്തിൽ അധികാരം എന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും ഇടയിൽ വിഭജിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ പരമാധികാരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിഭജിക്കാൻ കഴിയാത്തതല്ല, പരമാധികാരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്തതല്ല എന്നുള്ള അഭിപ്രായത്തോട് പ്ലൂറലിസ്റ്റ് ചിന്തകന്മാരെന്ത് ചെയ്യുന്നുണ്ട്? എതിർക്കുന്നുണ്ട്. കാരണം ഈ അഭിപ്രായം ശരിയല്ല എന്നാണ് പ്ലൂറലിസ്റ്റുകൾ പറയുന്നത്. ജോൺ ഓസ്റ്റിൻ പറയുന്ന രീതിയിൽ പരമാധികാരം നിയന്ത്രിക്കാൻ പറ്റാത്തതല്ല, പരമാധികാരം എന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ കഴിയാത്തതല്ല എന്ന് പറയുന്നതിനോട് ആരും യോജിക്കണില്ല. പ്ലൂറലിസ്റ്റ് ചിന്തകന്മാർ യോജിക്കുന്നില്ല. ഇതൊക്കെയാണ് ഈ പരമാധികാരത്തെക്കുറിച്ചുള്ള ലീഗലിസ്റ്റ് കാഴ്ചപ്പാട് നേരിടുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങൾ. മനസ്സിലായിട്ടുണ്ടല്ലോ? എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക, പ്ലൂറലിസ്റ്റിക് ഇൻ്റർപ്രട്ടേഷൻ. അപ്പോൾ പരമാധികാരത്തെക്കുറിച്ചുള്ള പ്ലൂറലിസ്റ്റ് കാഴ്ചപ്പാടാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. പരമാധികാരത്തെക്കുറിച്ചുള്ള ലീഗലിസ്റ്റ് കാഴ്ചപ്പാടിനെ വിമർശിച്ചുകൊണ്ടാണ് പരമാധികാരത്തെക്കുറിച്ചുള്ള ലീഗലിസ്റ്റ് കാഴ്ചപ്പാട് ഉയർന്നു വന്നത്, അല്ലേ? അതായത് പരമാധികാരത്തെക്കുറിച്ചുള്ള പരമ്പരാഗത കാഴ്ചപ്പാടനുസരിച്ച് പരമാധികാരം എന്ന് പറഞ്ഞാൽ നിയന്ത്രണത്തിന് വിധേയമല്ല, പരമാധികാരം എന്ന് പറഞ്ഞാൽ അത് അവിഭാജ്യമാണ്. അപ്പോൾ ലീഗലിസ്റ്റ് കാഴ്ചപ്പാടനുസരിച്ച് പരമാധികാരം എന്ന് പറഞ്ഞാൽ അനിയന്ത്രിതവും അവിഭാജ്യവുമാണ്, വിഭജിക്കാൻ പറ്റാത്തതുമാണ്. ഇതിനെ പ്ലൂറലിസ്റ്റ് ചിന്തകന്മാർ എതിർത്തു. അതായത് പരമാധികാരം അനിയന്ത്രിതമാണ്, അതുപോലെ തന്നെ പരമാധികാരം അവിഭാജ്യമാണ് എന്നുള്ള അഭിപ്രായത്തെ ആര് എതിർക്കുന്നുണ്ട്? പ്ലൂറലിസ്റ്റ് ചിന്തകന്മാർ എതിർക്കുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഓട്ടോ വി ഗിർക്കെ, അതുപോലെ തന്നെ FW മെയ്റ്റ്ലാൻഡ്, ഇങ്ങനെയുള്ള ചിന്തകന്മാരുടെ എഴുത്തുകളിലാണ് നമ്മൾ പരമാധികാരത്തെക്കുറിച്ചുള്ള പ്ലൂറലിസ്റ്റ് കാഴ്ചപ്പാട്. അപ്പം മെയ്റ്റ്ലാൻഡിനെ പോലുള്ള, ഗിർക്കിനെ പോലുള്ള, ലാസ്കിയെ പോലുള്ള ചിന്തകന്മാരുടെ എഴുത്തുനിന്നാണ് നമ്മൾ പരമാധികാരത്തെക്കുറിച്ചുള്ള പ്ലൂറലിസ്റ്റ് കാഴ്ചപ്പാട് ഉയർന്നു വന്നതായിട്ട് കാണുന്നത്. മനസ്സിലായ? അപ്പോൾ ഗിർക്കെയുടെ അഭിപ്രായത്തിൽ രാഷ്ട്രത്തിനുള്ളിൽ ധാരാളം സംഘടനകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ രാഷ്ട്രം എന്ന് പറയുന്ന സംവിധാനത്തിനുള്ളിൽ ധാരാളം സംഘടനകൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ആര് പറയുന്നത്? ഗിർക്കെ പറയുന്നത്. മനസ്സിലായോ? ഈ സംഘടനകളൊക്കെ തന്നെ രാഷ്ട്രവും അതുപോലെ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന മറ്റ് സംഘടനകളൊക്കെ ഒരുപോലെയാണ്. കാരണം രാഷ്ട്രം ഒരു സംഘടനയാണ്, അതുപോലെ തന്നെ മനുഷ്യനുണ്ടാക്കിയ സംഘടനകളാണ് മറ്റുള്ളതും എന്നാണ് ആര് പറയുന്നത്? ഗിർക്കെ പറയുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞത് ഗിർക്കെയുടെ അഭിപ്രായമാണ്. ഗിർക്കെ പറയുന്നത് രാഷ്ട്രത്തിനകത്ത് ഒരുപാട് സംഘടനകളുണ്ട്. ഈ സംഘടനകളൊന്നും തന്നെ രാഷ്ട്രത്തിൻ്റെ സൃഷ്ടിയല്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രത്തോട് ഈ സംഘടനകൾക്കൊന്നും യാതൊരു കടപ്പാടും ഇല്ല എന്നാണ് ആര് പറയുന്നത്? ഗിർക്കെ പറയുന്നത്. അപ്പോൾ നമ്മളെ സമൂഹത്തിലുള്ള ഓരോ സംഘടനക്കും അവരുടേതായ അവകാശങ്ങളും ബാധ്യതകളും ഉണ്ട്, അല്ലേ? അപ്പോൾ സമൂഹത്തിൽ ധാരാളം സംഘടനകളുണ്ട്. അത് രാഷ്ട്രത്തെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകളാണ്. അതായത് ഈ സംഘടനകളൊന്നും തന്നെ രാഷ്ട്രത്തിൻ്റെ സൃഷ്ടികളല്ല. രാഷ്ട്രവും മനുഷ്യനുണ്ടാക്കിയ ഒരുപാട് സംഘടനകളിൽ ഒന്ന് മാത്രമാണ് രാഷ്ട്രം എന്നുള്ള കാഴ്ചപ്പാടിലേക്കാണ് ആരെത്തുന്നത്? നമ്മളെ ഗിർക്കെ എത്തുന്നത്. എന്നാൽ ലാസ്കി പറയുന്നത് സമൂഹം ഫെഡറലാണ്, അതുകൊണ്ട് തന്നെ അധികാരവും ഫെഡറൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഈ ലീഗലിസ്റ്റ് ചിന്തകന്മാർ പറയുന്ന പോലെ അധികാരം എന്ന് പറഞ്ഞാൽ, പരമാധികാരം എന്ന് പറഞ്ഞാൽ അത് വിഭജിക്കാൻ കഴിയാത്തതല്ല, അത് വിഭജിച്ച് നൽകണം. അധികാരം ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കരുത്. അധികാരം എന്ന് പറഞ്ഞാൽ, പരമാധികാരം എന്ന് പറഞ്ഞാൽ അത് ഫെഡറൽ സ്വഭാവമുള്ളതായിരിക്കണം. കാരണം നമ്മുടെ സമൂഹം തന്നെ ഒരു ഫെഡറൽ സ്വഭാവമുള്ളതാണ്.
അതുകൊണ്ട് അധികാരവും ഫെഡറൽ സ്വഭാവമുള്ളതായിരിക്കണം എന്നാണ് ലാസ്കി പറയുന്നത്. അതായത് വ്യക്തിയുടെ സമ്മതമില്ലാതെ അയാളുടെ വിധേയത്വം ആവശ്യപ്പെടാൻ രാഷ്ട്രത്തിന് ഒരു അധികാരവും ഇല്ല. രാഷ്ട്രം ഒരിക്കലും മറ്റ് സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമല്ല എന്നാണ് ലാസ്കി പറയേണ്ടത്. രാഷ്ട്രം നമ്മളെ സമൂഹത്തിലെ മറ്റ് സംഘടനകളെ പോലെ തന്നെ ഒരു സംഘടന മാത്രമാണ് ഇത്. രാഷ്ട്രം അതിന് പ്രത്യേക ബഹുമതിയൊന്നും ഇല്ല എന്നാണ് ആര് പറയുന്നത്? ലാസ്കി പറയുന്നുണ്ട്. അപ്പം ലാസ്കിയുടെ അഭിപ്രായത്തിൽ രാഷ്ട്രം സമൂഹത്തിലുള്ള മറ്റു സംഘടനകളെ പോലെ തന്നെ ഒരു സംഘടന മാത്രമാണ്. രാഷ്ട്രത്തിന് മറ്റു സംഘടനകളുടെ മേലിൽ യാതൊരു അധികാരമില്ല. രാഷ്ട്രം മറ്റു സംഘടനകളെ പോലെ ഒരു സംഘടന മാത്രമാണ് എന്നാണ് ആര് പറയുന്നത്? ലാസ്കി പറയുന്നത്. രാഷ്ട്രത്തിൻ്റെ ഏകാധിപത്യത്തെ ലാസ്കി കൃത്യമായിട്ട് എതിർക്കുന്നുണ്ട്. ഹരോൾഡ് ലാസ്കി രാഷ്ട്രത്തിൻ്റെ ഏകാധിപത്യത്തെ, അബ്സല്യൂട്ടിസത്തെ ശക്തമായിട്ട് എതിർക്കുന്ന വ്യക്തിയാണ്. പരമാധികാരം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിലോ ഒരു കൂട്ടം വ്യക്തികളിലോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. പരമാധികാരം എന്ന് പറഞ്ഞാൽ അത് ഒരു രാഷ്ട്രത്തിലെ എല്ലാവരിലേക്കും വിഭജിച്ച് പോകേണ്ടതാണ് എന്നുള്ളതാണ് അഭിപ്രായം. ലാസ്കിയെ പോലുള്ള ചിന്തകന്മാർ പറയുന്നുണ്ട്. രാഷ്ട്രത്തെ പോലെ തന്നെ പല സംഘടനകൾക്കും പരമാധികാരം ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ പ്ലൂറലിസ്റ്റ് ചിന്തകന്മാരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ പോലെ തന്നെ ഒരുപാട് സംഘടനകൾ സമൂഹത്തിലുണ്ട് അല്ലേ? ആ സംഘടനകളൊക്കെ വളരെ സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രത്തിന് ഒരിക്കലും ഈ സംഘടനകളുടെ മേലിൽ എന്തില്ല? പരമാധികാരമില്ല. രാഷ്ട്രത്തിൻ്റെ ഏകാധിപത്യത്തെയാണ് ആര് എതിർക്കുന്നത്? പ്ലൂറലിസ്റ്റ് ചിന്തകന്മാർ എതിർക്കുന്നത്. പിന്നെ അധികാരം വിഭജിക്കാൻ കഴിയാത്ത സംഗതിയല്ല. അധികാരത്തിന് ഫെഡറൽ സ്വഭാവമാണ് ഉള്ളത് എന്നാണ് ഇവർ പറയുന്നത് അല്ലേ? അതുപോലെ തന്നെ രാഷ്ട്രം ഒരു സംഘടന മാത്രമാണ്. അതുപോലെ ധാരാളം സംഘടനകൾ എവിടെ ഉണ്ട്? സമൂഹത്തിൽ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ പ്ലൂറലിസ്റ്റുകൾ ഒരു കാര്യം അംഗീകരിക്കുന്നുണ്ട്. രാഷ്ട്രത്തിന് സംഘടനകളിൽ മുഖ്യ സ്ഥാനം ഉണ്ട് എന്നുള്ളത് അവർ അംഗീകരിക്കുന്നുണ്ട്. അതായത് മറ്റ് ഏത് സംഘടനകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് രാഷ്ട്രത്തിന് സമൂഹത്തിൽ മുഖ്യ സ്ഥാനമുണ്ട് എന്നുള്ളതിനെ അവരെന്ത് ചെയ്യുന്നുണ്ട്? എതിർക്കുന്നുണ്ട്. എന്ന് വിചാരിച്ച് രാഷ്ട്രത്തിന് മറ്റ് സംഘടനകളുടെ മേലിൽ എന്തില്ല? പരമാധികാരം ഇല്ല എന്നുകൂടി ആര് പറയുന്നുണ്ട്? ഈ പ്ലൂറലിസ്റ്റ് ചിന്തകന്മാർ പറയുന്നുണ്ട്. രാഷ്ട്രത്തിന് പ്രത്യേക സ്ഥാനം ഒക്കെ അവർ കൊടുക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രത്തിന് ഒരിക്കലും മറ്റ് സംഘടനകളുടെ മേലിൽ എന്തില്ല? പരമാധികാരം ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. മനസ്സിലായിട്ടുണ്ടല്ലോ?